അനേ നീ വന്നത് ഇവിടെ എല്ലാരും അറിഞ്ഞു. ഇനി നാട്ടുകാരെ കൂടെ അറിയിക്കണം. ഞാൻ ഇങ്ങോട്ട് വരുന്ന ഇവിടെ ആർക്കും ഇഷ്ടമില്ലെങ്കിൽ എവിടെയെങ്കിലും പോയി ചത്തോളാം. നീ കിടന്ന് കൂവാതെ വണ്ണേ അകത്ത് തരുവാ. എടി എന്താ ഉണ്ടായെന്ന് പറ. ഞാനെങ്ങും പോകാൻ പാടില്ല, ആരോടും മിണ്ടാൻ പാടില്ല, നല്ല ഡ്രസ് ചെയ്യാൻ പാടില്ല, നേരത്തെ കിടക്കാൻ പാടില്ല, മോളെ തല്ലാൻ പാടില്ല, വേല കരച്ച് വഴക്ക് പറയാൻ പാടില്ല. എന്ന് വേണ്ട ഞാൻ ചെയ്യുന്ന എല്ലാം കുറ്റം. അടച്ചിട്ട് ഒരു വീട്ടിനകത്ത് എത്ര നാളായിരിക്കുന്നേ. ഇപ്പൊ നീ പണങ്ങിപ്പോന്ന എന്തിനാ? എന്നോട് പഠിച്ച ആ സാറാ നായരില്ലേ, അവൾ ഇന്നലെ ഉച്ചയ്ക്ക് വീട്ടിൽ വന്നു. ഞങ്ങൾ രണ്ടുപേരും ഒരു ഹോട്ടലിൽ പോയി ഊണ് കഴിച്ചു. ഞാൻ ഫോൺ ചെയ്ത് ചോദിച്ചിട്ടാണ് പോയത്. എന്നിട്ട് രാത്രി വന്നങ്ങ് തുടങ്ങിയില്ലേ, എന്തിനാ ഹോട്ടലിൽ പോയത്, അതാറാ നായര് പഴച്ചോളാ എന്നൊക്കെ പറഞ്ഞ് വെളുക്കുന്നവരെ ഉറക്കിട്ടില്ല. എനിക്ക് മടുത്തു വച്ചായ. എന്തിനെല്ലാമാ ഞാൻ വഴക്ക് വെക്കണ്ട്. ബേബിയെ പറ്റി എന്താ പത്രത്തിൽ വന്നൊന്നും പറഞ്ഞ് കുറെ ദിവസം മുമ്പ് എന്തായിരുന്നു ബഹളം. നിന്റെ ആങ്ങളമാരെല്ലാം തെമ്മാടികളാ, കള്ളക്കടത്തുകാരാ, നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഈ ബന്ധത്തിനൊന്നും പോകത്തില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞു. അത് ഞാൻ നോക്കിക്കോളാം. ദൈവമോനെ, ആ പെട്ടി ഒന്ന് എടുത്ത് അകത്ത് വെച്ചേരെ. എത്ര ദിവസത്തേക്കാ? കഴിഞ്ഞ പ്രാവശ്യം 10 ദിവസമായിരുന്നു. എത്ര ദിവസമായ നിനക്കെന്താ? നിന്റെ ചെലവിലൊന്നും അല്ലല്ലോ. നീ എന്നോട് മിണ്ടരുത് കേട്ടോ. നീ എങ്ങനെ സഹിക്കുന്നു ഇവനെ, ഈ കുടിയനെ? വിശന്നിട്ട് വയ്യ റോസ്ലിനെ. വല്ല ഇരിപ്പുണ്ടോ? എന്തെങ്കിലും കാണും. എന്താ രാവിലെ ദോശ ഇഡ്ഡലി? കുഞ്ഞെന്തിയേ? അവിടെ ഉണ്ട്. അവക്ക് എന്നെ വേണ്ടല്ലോ, ഡാഡിയെ മതി. ഇത്രേ ഉള്ളൂ. രാവിലെ ഒന്നും കഴിച്ചില്ലേ? കോട്ടയത്ത് വണ്ടി നിർത്തി 2 മസാല ദോശ തിന്നതാ. എന്നിട്ടും വിശക്കുന്നു. ഷീള വരാറില്ലേ? മിക്ക ഞായറാഴ്ചയും വരും. ഒന്ന് ഒതുങ്ങിയിട്ടുണ്ടല്ലോ. വിശേഷം വല്ലതും ഉണ്ടോ? ഇല്ല, ഇതുവരെ ഒന്നുമില്ല. അതെന്താ? എനിക്കറിയാൻ വയ്യ. റോസ്ലിനെ, ഇന്നത്തെ മീൻകറി വല്ല ഇരിപ്പുണ്ടോ? നോക്കട്ടെ, കാണും. എന്ത് മീനാ ഗോമതിയമ്മേ? അയിലയാ. ശബ്ദം ഞാൻ കേട്ടായിരുന്നു. മോളെ കൊണ്ടുവന്നില്ലേ? ഇല്ല.
എങ്ങനെയാണെങ്കിലും ഒരു 2-3 മാസം കൂടുമ്പോ ആനിക്ക് ഇവിടെ വന്ന് 10 ദിവസം നിന്നെങ്കിലേ ഒരു സമാധാനം വരും. സണി, നീ വെറുതെ ഇരിക്കും, എന്നിട്ട് ദേഷ്യം പിടിപ്പിക്കരുത്. എന്റെ ആനി, ഇവളും ഞാനും കൂടി ആഴ്ചയിൽ ഒരു 3-4 പ്രാവശ്യം കശവിഷയം ഉണ്ടാവും. ചിലപ്പോഴൊക്കെ ഞാൻ ചെറിയ തട്ടുമുട്ടൊക്കെ കൊടുക്കും. നീ എന്താ ശീലേ വല്ലപ്പോഴെങ്കിലും പടങ്ങിയൊന്ന് വീട്ടിൽ പോവാത്തെ? നീ ഇടയ്ക്കിടയ്ക്ക് പോയിരുന്നെങ്കിലേ എനിക്ക് ഒറ്റയ്ക്കൊന്ന് വിലസാമായിരുന്നു. അതുകൊണ്ടല്ലേ ഞാൻ പോവാത്തത്. അങ്ങനെ ഒറ്റയ്ക്ക് വിലസണ്ട. എനിക്ക് ഈടെയായിട്ടൊന്ന് പോയാൽ എന്താന്ന് തോന്നിയിട്ടുണ്ട്. നേരോ? അതെന്തിനാ? ഞാൻ നിന്നെ വഴക്ക് പറയാറില്ല, തല്ലാറില്ല, 24 മണിക്കൂറും കൂടെ ഉണ്ട് താൻ. പക്ഷേ ബോധമില്ലല്ലോ. അതുകൊണ്ടാ എന്നെ കൊണ്ടൊരു ശല്യവും ഇല്ലാത്തത്. ഇവളത് പറഞ്ഞപ്പോഴാ കോശായ ഞായറാഴ്ചയായിട്ട് രാവിലെ അങ്ങനെ വെറുതെ ഇരുന്നാലും എങ്ങനെ? നമ്മുടെ അളിയൻ വരുമ്പോൾ വർത്താനം പറയുന്നത് ധൈര്യമുണ്ട്. വാ, എഴുന്നേറ്റ് വാ. ആ ചെല്ല്. നമ്മുടെ നാത്തൂന് ഏതായാലും ഇങ്ങനെ ഒരു പ്രോബ്ലമേ ഇല്ല. ആൻഡ്രൂസിന് ലിക്കറെന്ന് കേട്ടാലേ കലിയാ. അയ്യോ, അതുകൊണ്ട് എന്ത് ഗുണം? വല്ലപ്പോഴെങ്കിലും ഇത്തിരി കഴിച്ചിരുന്നെങ്കിൽ അങ്ങനെയുടെ ഈ ചണുങ്ങും സ്വഭാവത്തിന് ഒരു മാറ്റം വന്നേനെ. അല്ലാത്തവന്മാർ എന്തിനു കൊള്ളാം? കുടിക്കുകയും വേണം, വല്ലപ്പോഴും നമ്മൾ പെണ്ണുങ്ങൾക്ക് അല്പം ഒഴിച്ചു തരും വേണം. അല്ലേ ഷീലേ? ബേബി, നിനക്കെന്താടാ പെണ്ണുങ്ങൾ വർത്തമാനം പറയുന്നിടത്ത് കാര്യം? എന്നിട്ട് പുറത്തു പോ. ആ മോനെ, എഴുന്നേറ്റ് പോയി കളിക്ക്. ചെല്ലു മോനെ, അപ്പുറത്ത് പോയി അപ്പൂപ്പനെ എന്തെടുക്കാൻ നോക്കിക്കേ. ഞാൻ പറഞ്ഞത് നേരല്ലേ? ആണും പെണ്ണും ആയാൽ ഇടയ്ക്കൊക്കെ ഒരു സിനിമയ്ക്കൊക്കെ പോയി തിരിച്ചു വന്ന് 2 പേർക്ക് വിസ്കിയൊക്കെ കഴിച്ച് പലതും വയറു നിറച്ച് കഴിച്ചിട്ടൊക്കെ പോയി കിടന്നാൽ പിന്നെ ഒരു സുഖം തോന്നും. അതിന് പോരാ അവിടെ ഒരുത്തൻ അച്ഛന്മാരെ പോലെയാ വായിച്ചോണ്ടിരിക്കും. വെറുതെ അല്ല നിങ്ങൾ തമ്മിൽ ചേരാത്തത്. ഞാൻ ഇപ്പൊ പിണങ്ങി പോകുന്നതിന്റെ കഥ എന്താണെന്ന് അറിയാമോ? അത് അച്ഛനോട് പറയാൻ പറ്റുമോ? റോസ്ലിനെ എന്റെ ക്ലാസ്മേറ്റ് താരാനായർ വന്നു പറഞ്ഞില്ലേ? ഞാനും അവളും കൂടി ഉണ്ണുന്നതിന് മുമ്പ് ഈ 2 കുപ്പി ബീരങ്ങ് കുടിച്ചു. ഷീല എപ്പോ വന്നു? 10-10:30 രഞ്ജി എന്ത്? അകത്തുണ്ട്. പള്ളി പോക്കും പ്രാർത്ഥനയും തന്നെയാ. എന്നിട്ട് ബീർ കുടിച്ചിട്ട് താരാനായർ പോയി കഴിഞ്ഞിട്ട് ഞാനൊരു 2-3 മണിക്കൂർ ഉറങ്ങിക്കാണും. പുള്ളിക്കാരൻ വന്ന് വിളിക്കുമ്പോഴാണ് ഞാൻ എഴുന്നേക്കുന്നത്. ഞാൻ എന്തോ പറഞ്ഞു തുടങ്ങിയപ്പോ നിന്നെ കള്ളു നാറുന്നു എന്നും പറഞ്ഞോണ്ട് ഒരൊറ്റ ചാട്ടം. കള്ളിന്റെ മണം പോലും പാർട്ടിക്ക് അറിയില്ല കേട്ടോ. എന്നിട്ട് എനിക്കങ്ങ് അരിശം വന്നു. ഞാനൊരു 1/2 ഗ്ലാസ് വിസ്കി എടുത്തങ്ങ് കഴിച്ചു. എവിടുന്ന്? അടുക്കളയിൽ അലമാറിയിൽ ഞാൻ എപ്പോഴും ശകലം കരുതിയിരിക്കും. എന്നിട്ട് ഞാൻ എന്റെ വായി തോന്നിയതൊക്കെ അങ്ങ് വിളിച്ചു പറഞ്ഞു. അപ്പോഴാ ഒന്ന് അടങ്ങിയത്. പിന്നെ നേരം വെളുത്തപ്പോ ഞാൻ ഇങ്ങോട്ട് ഇറങ്ങി ഒറ്റ പോക്ക് പോന്നു. സണ്ണിയോട് ഈ കഥ ഒന്നും പറഞ്ഞേക്കല്ലേ? കോശി എനിക്ക് ചിലപ്പോഴൊക്കെ ലേശം ഒഴിച്ചു തരാറുണ്ട്. ചിലപ്പോഴൊന്നുമല്ല, കള്ളി. നിനക്കോ? ആദ്യമൊക്കെ നിർബന്ധിക്കുമായിരുന്നു. ഞാൻ കുടിക്കില്ല. ഇപ്പൊ ചോദിക്കാറില്ല. ഞാൻ കൂടി തുടങ്ങിയാൽ സണ്ണിയുടെ കാര്യം അത് കുറെ കൂടുതൽ തന്നെ. രാവിലെ തുടങ്ങിയാൽ ഉറങ്ങുന്നത് വരെയാ. വരുന്നുണ്ട്. എന്നെ ഇപ്പൊ കാണണ്ട. അളിയനാണെന്ന് തോന്നുന്നു. വാ. ആൻഡ്രൂസ് ഇരിക്കേ. ആശമോൾ ഇനി വന്നേ. വേണ്ട. ഇരിക്കാൻ ദിവസേ കുറച്ച് നല്ല ചായ ഇട്ടുണ്ടോ? അവർക്ക് എന്തെങ്കിലും കൊടുക്ക. ആനയോട് ഇങ്ങോട്ട് വരാൻ പറ. നിന്നെ വേറെ ഏതോ ഡിപ്പാർട്ട്മെന്റിലേക്ക് മാറ്റാൻ പോകുന്ന മറ്റോ കേട്ടല്ലോ. മാറ്റിയേക്കാം. മന്ത്രിയെ കണ്ടു വല്ലതും പറയണോ? ആവശ്യമില്ല. എന്താ അളിയാ, സുഖം തന്നെ? അളിയൻ എന്തിനാ ഈ ആനയെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് പറഞ്ഞയക്കുന്നത്? പറഞ്ഞയക്കുന്നതല്ലോ, ഇറങ്ങിപ്പോരുന്നല്ലേ. ആൻഡ്രൂസേ, ഒരു വീടായ ചെറിയ കലഹങ്ങളൊക്കെ സാധാരണമല്ലേ. സഹിക്കുകയും ക്ഷമിക്കുകയൊക്കെ വേണ്ടേ? ഞാൻ ധാരാളം സഹിക്കാൻ ക്ഷമിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ എന്തിനും ഒരു പരിധിയുണ്ടല്ലോ. അത് കഴിഞ്ഞാൽ പിന്നെ ബുദ്ധിമുട്ടാ. ഈ നാട്ടിൽ ഒരു സ്ത്രീക്ക് എടുക്കാവുന്ന സ്വാതന്ത്ര്യത്തിന് ഒരു അതിരുണ്ട്. ഇത് ലണ്ടനും പാരീസും ഒന്നും അല്ലല്ലോ. ഇഷ്ടത്തിന് കണ്ട തേവിടിച്ചുകളുടെ കൂടെ ഊരിവെച്ച് കിടക്കുന്നത് എനിക്ക് അനുവദിച്ചു കൊടുക്കാൻ പറ്റില്ല. മറ്റുള്ളവരുടെ മുഖത്ത് നോക്കണമല്ലോ. ഇത്രയും പണമൊന്നും ഇല്ലെങ്കിലും എനിക്കൊരു മാന്യതയൊക്കെ ഉണ്ട്. അവളവിടെ ആനി വിളിച്ചിട്ട് വരുന്നില്ല. ശീല പോയി വിളിക്ക. ചായ വേണ്ടല്ലോ. എല്ലാവരും ഉണ്ടല്ലോ. സന്തോഷമാ എല്ലാവരെയും കാണുന്നത്. അപ്പൻ എന്തിനാ ഇങ്ങോട്ട് വന്നത്? എന്തിനാടാ കൊണ്ടുവന്നേ? അവിടെ കിടന്ന് ബഹളം. എല്ലാവരും ഉണ്ടെന്ന് പറഞ്ഞു. കാണണ്ടേ?
കാണാൻ വന്നതാ. എന്നെ ആരും കാണാൻ വന്നില്ല. അതാരാ? ആനയുടെ മോളാ. ആ, വാ. ചെല്ലു മോളെ. ആ. ആനി, ആനി. എന്താ വല്യപ്പച്ചാ? ആ, ആനി, നിന്റെ മോള്. എല്ലാവരും ഇങ്ങോട്ട് നീങ്ങി നിന്നേ, കാണട്ടെ. എല്ലാവരെയും കാണുമ്പോഴാ സന്തോഷം. കോശിയുടെ പെണ്ണാ, പേര് മറന്നു. ഷീലയാ. ആ, എല്ലാരും എന്റെ മക്കളാ. കാണാൻ പറ്റിയല്ലോ. എല്ലാരെയും കണ്ടല്ലോ, ഇനി പോയി കിടക്ക. കൊണ്ടുപോടാ. പാപ്പിയുടെ മക്കളാ എല്ലാവരും. പാലക്കുന്നേ വീട്ടില് എത്ര പേരായിപ്പം. എല്ലാരും പാപ്പിയുടെ മക്കളാ. എല്ലാരും പാപ്പിയുടെ മക്കളാ. എന്തോ ഇങ്ങോട്ട് തിരക്കി വന്നത്? വിളിച്ചിട്ടാ വന്നത്. ഞാൻ ഫോൺ ചെയ്തിട്ടില്ല അവൻ വന്നത്. എന്തിനാ എന്നെ ഈ ദ്രോഹിക്കുന്നതെന്ന് അച്ഛനൊന്ന് ചോദിക്കും. മറിച്ചാ സത്യം. ദ്രോഹം നീ എന്നോടാ ചെയ്യുന്നത്. ഞാൻ എന്താ ചെയ്തെന്ന്? അതൊക്കെ ഒന്ന് അറിയിക്കാൻ കൂടാ ഞാൻ ഇങ്ങോട്ട് വന്നത്. ഓട്ട് ആൻഡ്രൂസേ, അവൾ ഉണ്ടായതൊക്കെ പറഞ്ഞു. കള്ളമേ പറയൂ. ആ വായി നിന്ന് വരെ ഒരു സത്യവും ഞാൻ കേട്ടിട്ടില്ല. പറയുന്നതെല്ലാം കള്ളമാണ്. ഇത് എവിടുന്ന് പഠിച്ചതോ? വളർത്തിയതിന്റെ ഗുണമാ. വളർത്തിയ കാര്യമൊന്നും നീ നോക്കണ്ട. കുറച്ചൊക്കെ അവിടെ ഇഷ്ടത്തിന് ജീവിച്ചോട്ടെ. അങ്ങനെ കയറി ഭരിക്കാനൊന്നും വരണ്ട. വെറുതെ ഒന്നും അല്ല നിന്നെ കൊണ്ട് കെട്ടിച്ചത്. പിന്നെ എനിക്ക് മനസ്സിലായത് നിങ്ങൾക്ക് എന്നെ കൊണ്ട് പ്രയോജനം ഉണ്ടാവുമെന്ന് കണ്ടാ കെട്ടിച്ചത്. എന്നിട്ട് എന്ത് പ്രയോജനം അളിയനെ കൊണ്ട് ഞങ്ങൾക്ക് ഉണ്ടായത്? എന്തിനെല്ലാം ശ്രമിച്ചു. ഞാൻ സത്യവിരുദ്ധമായി പ്രവർത്തിക്കാത്തത് കൊണ്ട് ഒന്നും നടന്നില്ല. ഓ, ഒരു സത്യസന്ധൻ. വേണമെങ്കിലൊക്കെ അളിയനെ കൊണ്ട് ഞങ്ങൾ പറയുന്ന പോലെയൊക്കെ ചെയ്യിക്കാൻ പറ്റിയെന്ന് വരും. തോന്നുക. നിങ്ങളുടെ ഒരു കള്ളക്കളികൾക്കും കൂട്ടു നിൽക്കാൻ എന്നെ കിട്ടൂല. എന്ത് കളകളി? ബിസിനസ് ചെയ്യുന്ന കളകളിയാന്നു. അതൊന്നും പറഞ്ഞാണ്ടല്ലോ. എന്നെ അറിയാലോ. അറിയാം. ആ, പെങ്ങളെ കെട്ടിയവരാണെന്നും വിചാരിക്കത്തില്ല. തല്ലുവായിരിക്കും. ചിലപ്പോ കൊന്നൊന്നും വരും. മതി കോശിയ. ഇതൊരിക്കലും ശരിയാവും തോന്നില്ല. വരുന്നുണ്ടോ? ഇല്ല.